Good morning, all. Good morning, ma'am. Good morning. Good morning, madam. Good morning. Prayer പറഞ്ഞോ ട്ടോ. Prayer. Okay. Oh my God, I give it to you. All that I think, all that I think or say or do, all the work and all my happy study, I will give it to you today. Amen. Miss Kekao. കേക്കാണ്. Thank you. Thank you. Signing and thought of the day. ആര് prepared അല്ലേ? Today class well, our name is class all welcome and all students. All students welcome to your class. Thank you, Miss. Thank you all. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് മുതൽ നമ്മുടെ ഓൺ ഗോയിങ് ആണ് ക്ലാസ് ഒക്കെ. എല്ലാവരും ഇപ്പോഴും വെക്കേഷനിലും ക്രിസ്മസിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ ഇന്ന്. ഓക്കെ, കുഴപ്പമില്ല. Ma'am, hand wash. മനസ്സിലായില്ല, പറഞ്ഞോടെ. മാം പറഞ്ഞായിരുന്നു ആക്ഷൻ സോങ്ങിനെ പറ്റി ഹാൻഡ് വാഷിനെ പറ്റി ആക്ഷൻ സോങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പഠിച്ചിട്ടുണ്ടായിരുന്നോ? ആ. ഓക്കെ, ആരൊക്കെ പഠിച്ചു? ആരൊക്കെ റെഡിയാണ്? ഞാൻ പറയാം. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി ചോദിക്കട്ടെ കേട്ടോ. അനു പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആരൊക്കെ മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡിയാണ്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം ആക്ടിവിറ്റി ചെയ്യാം. ഫസ്റ്റ് ആക്ഷൻ സോങ് ആണ് കേട്ടോ. അപ്പൊ അതിന് പേരയക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടല്ല ആക്ടിവിറ്റി ചെയ്യുന്നത്. മെസ്സേജ് ചെന്നിട്ട് പേരയക്കണം. ഇപ്പൊ ആദ്യം അച്ചു ചിക്കു എന്ന് എഴുതിക്കണേ. അവന്റെ പേരെന്താണ്? ഐശ്വര്യ. ഐശ്വര്യ. ഓക്കെ ഐശ്വര്യ. ബാക്കിയുള്ളൊരു പേര് മെസ്സേജ് അയക്കോ? ഓക്കെ, ഞാൻ ഐശ്വര്യനെ പിൻ ചെയ്യാണ്. ഫസ്റ്റ് ഐശ്വര്യാണ് പ്രസന്റ് ചെയ്യണേ കേട്ടാ. ഓക്കെ, പ്രസന്റ് ചെയ്തോടോ. വീഡിയോ ഓൺ ആക്കണോ? ആ, വീഡിയോ ഓൺ ആക്കിക്കോ. Tops and bottom, in between, scrub them off together, scrub them off the gems, now what please, make it clean. ഓക്കെ, ശരി, നന്നായിരുന്നു കേട്ടാ. താങ്ക് യു. അനീഷ. മാം പ്രസന്റ് ചെയ്തോട്ടെ. പ്രസന്റ് ചെയ്തോടാ. Wash, wash, wash your hands, the soap will make them clean. Wash, wash, wash your hands, the soap will make them clean. Scrub the front and scrub the back and fingers in between. Scrub the front and scrub the back and fingers in between. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ആരാണ്? വേറെ ആരും പ്രിപ്പയർഡ് അല്ല. പേരയക്കാത്തോണ്ട് ചോദിച്ചാ കേട്ടോ. ഞാൻ ചെയ്യാം. ഓക്കേടാ. ഷീന. ഷീന. ഓക്കെ,
top and bottom, in between, scrub them all together, now it's clean, now squeaky clean, now it's clean, squeaky clean. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഓക്കെ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നോ ഞാൻ? ഇല്ലല്ലോ. No, ma'am. നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇനിയില്ലേ നമ്മളിനി എന്താ പറയാ, ആക്ടിവിറ്റീസ് തരുമ്പോ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരണം കേട്ടോ. എന്നുവെച്ചാൽ കുറച്ചു പേര് മാത്രം ചെയ്യാ, ബാക്കിയുള്ളവർ മാറി നിൽക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവരും ഒരേപോലെ തന്നെ പ്രിപ്പയർഡ് ആയിട്ട് വരണം. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാനും, അതേപോലെ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിപ്പയർ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ബാക്കി എല്ലാവരും മാക്സിമം ഈ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്യാനോ കേട്ടോ. ഓക്കെ, ദെൻ നമ്മള് ഡിസ്കസ് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആയിരുന്നു അല്ലെ? കോമൺ ഡിസീസസ് ഇൻ ചിൽഡ്രൻ. ഓക്കെ ഓക്കെ, ഞാൻ ആ ചാപ്റ്ററിന്റെ പേരാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളുടെ യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അതില് നമ്മൾ ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞ അസുഖം ഏതായിരുന്നു? ഫസ്റ്റ് വൺ വൂപ്പിംഗ് കഫ്. ഓക്കെ, വൂഫിംഗ് കഫ്. വൂഫിംഗ് കഫിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? 100 days of cough. 100 days of cough, pertussis. ഓക്കെ, ഇതെങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? Caused by കോസ്ഡ് ബൈ botella pertussis. ഓക്കെ, ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് അത് സ്പ്രെഡ് ആകുന്നതെന്ന് പറഞ്ഞു അല്ലെ? കുട്ടികളിലാണ് വരുന്നതെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് കഫായിരിക്കും. കഫ് വന്ന് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരും. ശ്വാസം കിട്ടാതെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് എന്ത്? വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. ആദ്യം കഫ് തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മാറാൻ നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അപ്പോൾ അല്ലാത്ത പക്ഷം മേ ബി എന്താ പറയാ, ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതിന് വാക്സിൻ അവൈലബിൾ ആണെന്ന്. പണ്ട് നമ്മൾ കൊടുത്തിരുന്ന വാക്സിന്റെ പേര് DTT എന്നായിരുന്നു. ഡിഫ്തീരിയ, ടെറ്റനസ്, ആൻഡ് സെല്ലുലാർ പെർtussis എന്ന് പറയുന്ന വാക്സിൻ ആയിരുന്നു പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പൊ വാക്സിൻ മാറിയിട്ടുണ്ട്. അറിയാവോ ഇപ്പോഴത്തെ വാക്സിൻ ഏതാന്ന്? ചെറിയ കുട്ടികൾ ആർക്കൊക്കെ ഉണ്ട്? ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികള് ഉണ്ട്. ആ വാക്സിനേഷൻ ബുക്ക് ഉണ്ടോ? അതിൽ എഴുതിയിട്ടുണ്ടാവും ഏത് വാക്സിൻ ആണെന്നുള്ളത്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtussis, എല്ലാ അസുഖങ്ങൾക്കും കൂടി നമ്മൾ ഒരു 5 അസുഖങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ഡോസ് ഇപ്പൊ കൊടുക്കുന്നത്. അത് ഏത് വാക്സിൻ ആണെന്ന് അറിയോ ആർക്കെങ്കിലും? പെൻഡയാണോ? പെൻഡാവാലന്റ് വാക്സിൻ ആണ് ഇപ്പൊ നമ്മള് ഈ 5 അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വാക്സിൻ. നോക്കാം കേട്ടോ. അതില് പെൻഡാവാലന്റ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോ മാറ്റിയിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ്. ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. കാണുന്നുണ്ടോ നിങ്ങള്? കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പെൻഡാവാലന്റ് വാക്സിൻ കൊടുക്കുന്നത് എന്നുള്ളത്?
നമ്മൾ പെൻഡാവാലിന്റെ വാക്സിൻ ആണ് എടുക്കുന്നത്. അതിനെ പെൻഡാവാക്സിൻ എന്ന് പറയും. 5 വാക്സിൻസ് ഒറ്റ ഡോസിൽ കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് അത് പെൻഡാവാലിന്റെ വാക്സിൻ എന്ന് പറയുന്നത്. ഏതൊക്കെ അസുഖങ്ങൾക്കാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഇത്രയും അസുഖങ്ങൾക്കാണ് നമ്മൾ പെൻഡാവാലിന്റെ വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, അത് എഴുതിയെടുത്തോ എല്ലാവരും? കാണാൻ പറ്റുന്നുണ്ടോ അത്? യെസ് മാം, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. അഞ്ച് അസുഖങ്ങളുടെ പേരൊന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. നമ്മളിനി അത് ഓരോ അസുഖങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാവരും എഴുതിയോ? തമ്പയച്ചോ കേട്ടോ എഴുതി കഴിഞ്ഞെങ്കില്. ഓക്കെ, അപ്പൊ വൂഫിംഗ് കഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്ന പേര് എന്തായിരുന്നു? 100 days of കഫ് എന്നാണ്. ഇത് കുട്ടികളിൽ വന്നാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഈവൻ ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതിന് വാക്സിൻ അവൈലബിൾ ആണ്. പെൻഡാവാലിന്റെ വാക്സിൻ എപ്പോഴൊക്കെയാണ് കൊടുക്കാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? 1.5 months കൊടുക്കും. പിന്നെ എപ്പോഴാണ് കൊടുക്കുന്നേ? 2.5. സോറി, 1.5, 2.5 പെൻഡ സെക്കൻഡ് ഡോസ് കൊടുക്കും. 3.5 പെൻഡ തേർഡ് ഡോസ് കൊടുക്കും. ദെൻ 3 ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. പെൻഡാവാലിൻ വാക്സിന് 3 ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ TPT കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ വൂഫിംഗ് കഫിനെ കുറിച്ച് ക്ലിയർ ആണോ? അത് റീഡ് ചെയ്താണോ? ഞാൻ റീഡ് ചെയ്താണോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം എന്ന് പറയുന്നത് ഡിഫ്തീരിയ ആണ്. ഇമേജിൽ കാണുന്ന പോലെ വായയില, നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ വായയിൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു മെമ്പറൈൻ, ഒരു വൈറ്റ് കളറിലുള്ള ഒരു ലെയർ ഫോം ചെയ്യും. അതിങ്ങനെ ഗ്രോ ചെയ്യും. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ തോട്ട്, വിൻ പൈപ്പ് ആ ഒരു ഏരിയനെയാണ് വൂഫിംഗ് കഫ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. പണ്ട് ഇതിനെ പറഞ്ഞിരുന്ന ഒരു പേരാണ് കില്ലർ ഡിസീസ്. കാരണം അന്ന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ലായിരുന്നു. ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് മരണം സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു അസുഖത്തിന് കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. കോസ്ഡ് ബൈ മെയിൻ ആയിട്ട് ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു. ഇത് കോസ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയ ആണ്? ക്രോണേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഇത് കോസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രക്കിയ, വിൻപൈപ്പ് ആ ഒരു ഏരിയയിലാണ് ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. സാധാരണ ചിലപ്പോ ചെറിയ പെയിൻ ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ കുട്ടികളുടെ തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ ഇവിടെ വേദന ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മൗത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നല്ലതാണ്. ആദ്യം ഒരു ചെറിയ ജലദോഷം, തൊണ്ടവേദനയൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. ബിലോ 2 years ആണെങ്കിലാണ് ഡെത്ത് റേറ്റ് കൂടുതൽ. കാരണം 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആണെങ്കിൽ ഇത് മരണത്തിന് വരെയും കാരണമാകാവുന്ന ഒരു അസുഖമാണ്. മെയിൻ ആയിട്ട് വെച്ചാൽ ഇതിൽ വൈറ്റ് കളറിൽ ഒരു മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടി ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് ശ്വാസം ഇറക്കാനും വെള്ളം ഇറക്കാനും ഒന്നും പറ്റാത്ത രീതിയിൽ അതവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. അത് കൂടാതെ ഈ ഒരു വൈറ്റ് മെംബ്രെയിനിൽ നിന്ന് ഒരു എന്താ പറയാ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് റിലീസ് ആവും. ഈ ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബാക്കിയുള്ള ബോഡി ഇന്റേണൽ ഓർഗൻസിലൊക്കെ അഫക്ട് ചെയ്യും. അങ്ങനെയാണ് മെയിൻ ആയിട്ട് ഇതിന് മരണം സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം. ഈ ഡിഫ്തീരിയയുടെ വാക്സിനും ഏത് തന്നെയാണ്? പെൻഡാവാലിന്റെ വാക്സിൻ ആണ് ഡിഫ്തീരിയക്കെതിരെ നമ്മൾ എടുക്കുന്നത്.
നമ്മള് ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാല് ഡ്രോപ്ലെറ്റ്സ് ഇല്ലേ, ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡിഫ്തീരിയ ഉള്ള ഒരാൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മൾ ഒരുപാട് ജേംസ് അറ്റ്മോസ്ഫിയറിലേക്ക് വരും. അത് ഒരു കുട്ടി ശ്വസിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടിയുടെ ബോഡിയിലേക്ക് അത് എൻറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഡെത്ത് റേറ്റ് ഉള്ള ഒരു അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ, റീഡ് ചെയ്ത് ആരെങ്കിലും ഒരാള് ഡിഫ്തീരിയ, നമ്മള് വൂഫിംഗ് കഫ് റീഡ് ചെയ്താണോ? ഓക്കെ, ഡിഫ്തീരിയ ഒരാൾ റീഡ് ചെയ്തേ. ഞാൻ വായിച്ചാ മതിയോ? മതി മതി. Diphtheria. This is a disease of throat, windpipe, and thrush. The symptoms are high temperature, difficult in breathing, etc. A membrane develops in the throat if medical aid is not given within a short period. The children may die of choking. It affects other children easily. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഏത് പാർട്ടിന്റെയാണ്? ഞാൻ പറഞ്ഞ പോലെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. തോട്ട്, വിൻഡ് പൈപ്പ് ആൻഡ് ട്രക്കിയ, 3 പാർട്സിനെ. തോട്ട്, വിൻഡ് പൈപ്പ് ഇവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ. തോട്ട്, വിൻഡ് പൈപ്പ് ആൻഡ് ട്രക്കിയയാണ് മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്യാം. ഡിഫ്തീരിയ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഏതെല്ലാം പാർട്ടിനെയാണ്? തോട്ട്, വിൻഡ് പൈപ്പ്, ട്രക്കിയ. മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ്, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ശ്വാസം എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും കാണിക്കുന്നത്. ഇതിലൊരു മെമ്പറൈൻ ഡെവലപ്പ് ഇത് തോട്ട്, വൈറ്റ് കളറിൽ ഒരു മെമ്പറൈൻ, വെള്ള കളറിൽ ഒരു പാട പോലെ, ആ ഒരു ഇമേജ് കാണിച്ചു തന്നില്ലേ? വൈറ്റ് കളറിൽ ഒരു മെമ്പറൈൻ ആ തോട്ടിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തില്ലെങ്കിൽ എന്താണ്, ചൈൽഡ് മേ ബി ഡൈ. എങ്ങനെ? ചുമച്ച് അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ആ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മറ്റു കുട്ടികളെയും ഈസിലി അഫക്ട് ചെയ്യും. കാരണം ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഡിഫ്തീരിയ മനസ്സിലായോ? ഡിഫ്തീരിയയുടെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു? കില്ലർ ഡിസീസ് എന്നല്ലേ? അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? പിന്നെ ഏത് ബാക്ടീരിയയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? പറഞ്ഞില്ലേ? കൊർണേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈപ്പ് ചെയ്തേക്കാം കേട്ടോ. കൊർണേനിയം ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ ഡിഫ്തീരിയ? ആ ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഡിഫ്തീരിയ എന്ന് പറയുമ്പോ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഒരു ഇമേജ് വൈറ്റ് കളറിലൊരു മെമ്പറൈൻ, അതിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ ഒരു മെമ്പറൈൻ ആണ് തോട്ടിൽ ഡെവലപ്പ് ആവുന്നതും തോട്ട്, വിൻഡ് പൈപ്പ്, ട്രക്കിയ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് വാക്സിനാണ് എടുക്കുന്നത് ഡിഫ്തീരിയക്ക്? പെൻഡ. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് പെൻഡാവാലന്റ് ആണ്. ഓക്കെ, നമ്മള് TT എടുക്കാറുണ്ടോ നിങ്ങള്? യെസ്. എപ്പോഴാണ് TT എടുക്കുക സാധാരണ? മുറിവുണ്ടാകുമ്പോ, പഴുപ്പ് ഉണ്ടാകുന്ന സാഹചര്യത്തില്, അങ്ങനെ എന്തെങ്കിലും മുറിവുണ്ടാകുമ്പോ. പ്രഗ്നൻസി ടൈമിൽ എടുക്കും ചേച്ചി. ശരിയാണ്, പ്രഗ്നൻസിയുടെ ടൈമിൽ എടുക്കും. അട്ടിയോ പൂച്ചയോ കടിച്ചാ? ഇല്ല, അത് TT അല്ല. ഓക്കെ, മെയിൻ ആയിട്ട് TT എന്തിനു വേണ്ടി എടുക്കണേന്ന് അറിയാവോ? ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് TT എടുക്കുന്നത്. നമ്മൾ പ്രഗ്നൻസി ടൈമില് 3rd മന്തിലും 5th മന്തിലാണെന്ന് തോന്നുന്നു ടെറ്റനസിന്റെ TT ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് TT ആദ്യമേ എടുക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഗവൺമെന്റ്
നമ്മളുടെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ അമൂല്യമായിട്ടുള്ള നിധികളായിട്ടാണ് അല്ലെങ്കിൽ ഒരു അസറ്റ് ആയിട്ടാണ് കാണുന്നത്. അവർക്ക് ഇതേപോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഈ വാക്സിൻസും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പൊ ആദ്യം അവർക്ക് കിട്ടുന്ന വാക്സിൻ ഏതാണ്? ടെറ്റനസിന്റെ വാക്സിൻ ആണ്. TT1ഉം TT ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് അറിയാൻ പറ്റും ഈ 2 ഡോസും എടുത്തിട്ടുണ്ടാവും അല്ലെ. പിന്നെ പ്രഗ്നൻസി അടുത്താണെങ്കിൽ TT ബൂസ്റ്റർ ഡോസ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാല് ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ല. 3 വർഷത്തിന് ഉള്ളിൽ വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ TTയുടെ ബൂസ്റ്റർ ഡോസ് ആയിരിക്കും എടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഓക്കെ. അപ്പൊ ഈ TT എന്ന് പറയുന്ന അസുഖം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജേംസ് ശരിക്കും മുറിവുകൾ ഉണ്ടല്ലോ, മുറിവിലൂടെയാണ് ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. ടെറ്റനസിന്റെ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? മുറിവുകളിലൂടെയാണ്. ടെറ്റനി എന്നാണ് ഇതിന്റെ ജേമിന്റെ പേര്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. നോക്കാട്ടോ. ഇപ്പോ നമ്മുടെ കാലുമ്മ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ഈ ടെറ്റനസിന്റെ വൈറസ് ഓൾറെഡി എന്തിലുണ്ട്? നമ്മളുടെ മണ്ണിലുണ്ട്. ആ ജേംസ് നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ആകും. ആ ചെറിയ മുറിവിലൂടെ അതിന്റെ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആക്കി പിന്നീട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും മറ്റും ഇത് അഫക്ട് ചെയ്യും. പിന്നെ നമുക്ക് മസിൽസ് ഒന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മളെ കുറച്ചും കൂടി സീരിയസ് കേസിലാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെറിയ മുറിവാണെന്ന് വിചാരിച്ച് അത് കെയർലെസ് ആയിട്ട് കളയരുത്. കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഇതിന്റെ ജേംസും കാര്യങ്ങളും നമ്മളുടെ മണ്ണിൽ ഒരുപാടുണ്ട്. നമ്മൾ പറയും ചെറിയ മുറിവല്ലേ, നമ്മള് ശ്രദ്ധിച്ചൊക്കെയാണ് നടത്തുന്നത്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുമോ? അവർ ചപ്പലൊന്നും ഇല്ലാണ്ട് പുറത്ത് പോകില്ല എന്നൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം അവര് മേ ബി കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചപ്പലൊക്കെ പുറത്തൂരി ഇടാനും അവര് മണ്ണിലൊക്കെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെക്കാളും കൂടുതലും ഭൂമിയായിട്ട് അല്ലെങ്കിൽ മണ്ണായിട്ട് അവരാണ് കൂടുതൽ കോണ്ടാക്ട് അല്ലെ. നമ്മളിപ്പോ കുറച്ചും കൂടി ഹൈജീനായി. പണ്ടൊക്കെ നമ്മളിപ്പോ ചപ്പലൊന്നും ഇടാണ്ട് പുറത്ത് നടന്നിരുന്നെങ്കിലും ഇപ്പൊ ആരും അങ്ങനെ നടക്കുന്നില്ല, മുതിർന്നവര്. പക്ഷെ കുട്ടികൾ ആ ഒരു കാര്യം ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. കളിക്കാൻ പോകുമ്പോ മേ ബി അവര് മുറിവൊക്കെ കാലമുണ്ടെങ്കിൽ പോലും അത്ര കെയർഫുൾ ആവണമെന്നില്ല. അവർ കെയർലെസ് ആയിട്ട് അത് വിടും. ചെറിയ മുറിവല്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ അവര് കളിക്കാൻ പോകും. ചിലപ്പോൾ ചില കുട്ടികൾ നമ്മളോട് പറയില്ല, കാലം മുറിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും നമ്മളോട് അത് പറയില്ല. കാരണം നമ്മളെങ്ങാനും കളിക്കാൻ വിടില്ലേ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ചിലപ്പോൾ അത് അവർ പറയാത്തത്. ഓക്കെ. അപ്പൊ ഈ ജേംസ് നമ്മളുടെ ബോഡിയിൽ മുറിവുകളിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ജേംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു സിംറ്റം കണ്ടോ, മസിൽ സ്പാം എന്നാ പറയുന്നത്. ആ ഒരു കറക്റ്റ് ആയിട്ട് മസിൽസ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ മസിൽസ് കാര്യങ്ങൾക്കൊക്കെ വരുന്നൊരു മസിൽ സ്പാം പോലുള്ള അസുഖങ്ങളാണ്. മെയിൻ ആയിട്ട് ഇത് നെർവസ് സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നമ്മളുടെ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഈ ജേംസ് മണ്ണിലാണെന്ന് പറഞ്ഞു, മണ്ണിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മെയിൻ ആയിട്ട് കാണുന്നത് കൗഡങ് ആൻഡ് ഹോഴ്സ് ഡങ്ങിലാണ് മെയിൻ ആയിട്ട് ഈ ജേംസ് നമ്മൾ കാണുന്നത്. എന്തിലാണ്? കൗഡങ്ങിലും ഹോഴ്സ് ഡങ്ങിലും. അപ്പൊ നമ്മൾ അടുത്ത് ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ ഒക്കെ അടുത്ത് ചിലപ്പോ പശുവിനെയൊക്കെ ആൾക്കാർ പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഓൾറെഡി ഈ കൗഡങ്ങിലൂടെ മണ്ണിലേക്ക് എന്ത് വന്നിട്ടുണ്ടാവും? ഈ ജേംസ് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി ഒരു കാലുമ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവോട് കൂടി ആ കുട്ടി കളിക്കുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഈ ജേംസ് നേരിട്ട് ആ കുട്ടിയുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. ഓക്കെ. അങ്ങനെ ആ ഒരു കുട്ടീനെ ക്രിട്ടിക്കൽ ആക്കാനായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത് അഫക്ട് ചെയ്യും. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്നത് മുറിവ് വന്ന് കാലൊക്കെ പൊട്ടിക്കഴിഞ്ഞാലല്ല നമ്മൾ TT എടുക്കേണ്ടത്.
നമ്മൾ ചെറിയൊരു മുറിവാണെങ്കിലും പോലും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് അറിയാം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉള്ള രീതിയിലുള്ള മുറിവുകളാണെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? TT എടുത്തിരിക്കണം. ഇനി എനിക്കൊരു റിയൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ പറയാം. എന്റെ വീടിന്റെ അടുത്ത് നടന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മളുടെ കോവിഡിന്റെ ഒക്കെ സമയത്ത് നടന്നൊരു സംഭവമാണ്. എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേട്ടൻ പാലൊക്കെ കൊണ്ടുതരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്കൊക്കെ പാലൊക്കെ കൊണ്ടുതരുന്ന ഒരു ചേട്ടനാണ്. അപ്പോ ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങൾ പാലൊന്നും വരുത്തിയിരുന്നില്ല. അപ്പോ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോ എന്താണ് ഈ കുറെ നാൾ കൊറോണയൊക്കെ കഴിഞ്ഞ് ആ ചേട്ടനെ കണ്ടപ്പോ നമ്മൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് അടുത്തുള്ള വീട്ടിൽ കൂടി നമ്മൾ പോകൂലായിരുന്നു അല്ലെ? തൊട്ടടുത്തുള്ള വീട്ടിലൊന്നും നമ്മൾ ചുമ്മാ വിസിറ്റിന് പോലും പോകില്ലായിരുന്നു. അപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഈ ചേട്ടനെ കാണാനായിട്ട് ഇടയപ്പോ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താ പശുവിന്റെ പാലൊന്നും കൊണ്ടുവരാത്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നേ, ആ ചേട്ടന്റെ വലത്തേ കാല് പാതിയോളം മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോനെ ചെറിയൊരു മുറിവ് പറ്റിയതാ. ആ ചേട്ടൻ തൊഴുത്ത് വൃത്തിയാക്കിയ സമയത്ത് കാലില് ചെറിയൊരു കുപ്പിച്ചില് കയറി. ചെറിയ മുറിവായിരുന്നു. അത്രയും ചെറിയൊരു കുപ്പിച്ചിലായിരുന്നു കയറിയത്. വലിയ കഷ്ണോ അങ്ങനെയൊന്നല്ല, കുഞ്ഞൊരു കുപ്പിച്ചില് കയറി. ഞാനത് വാഷ് ചെയ്തിട്ട് ഞാനത് വൃത്തിയാക്കലിലേക്ക് തന്നെ പോയിന്ന്. അത് ചുമ്മാ കഴുകിക്കളഞ്ഞ് തുണിയെടുത്ത് കെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, തൊഴുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ അതിലേക്ക് തന്നെ അത് തന്നെ വൃത്തിയാക്കായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു TT എടുത്തില്ലേന്ന് ചോദിച്ചു. അത് പറഞ്ഞു ആ സമയത്ത് കോവിഡ് അല്ലായിരുന്ന ഹോസ്പിറ്റലൊക്കെ കോവിഡ് കേസുകളായിരുന്നു, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് TT എടുക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാന്ന് ചോദിച്ചു. അപ്പൊ ഇത് അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ആയതാണ്. ഈ ഒരു അസുഖത്തിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരത് TT വാക്സിൻ എടുത്തു. അത് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞപ്പോ പോയി വാക്സിൻ ഒക്കെ എടുത്തു. പക്ഷെ വാക്സിൻ ഒന്നും അത്ര എഫക്റ്റ് ആയില്ല. കാലിന്റെ ഒരു പാദത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളയേണ്ടി വന്നു. വീണ്ടും എന്താ പറയാ, ശരീരം എനിക്ക് തോന്നുന്നു ഷുഗർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. പഴുപ്പില്ലേ, അത് ബോഡിയിലേക്ക് കാലമേലേക്ക് കയറി ആ കാലിന്റെ പാതി വെച്ച് മുറിച്ച് കളയേണ്ടി വന്നു. അപ്പോ നമ്മൾ വിചാരിക്കും ചെറിയൊരു മുറിവല്ലേ, അത് നിസ്സാരല്ലേ, കെയർ ചെയ്താലും കുഴപ്പമില്ല, കെയർലെസ് ആയിട്ട് വിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് കോംപ്ലിക്കേറ്റഡ് പെട്ടെന്നാകും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പൊ കാല് മുറിച്ച് കളയേണ്ടി വന്നു. ഇപ്പോ സാധാരണ നമ്മൾ എന്താ പറയാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാല് ആണ് വച്ചിരിക്കുന്നത്. മുമ്പ് നല്ല രീതിയിൽ അവര് എന്താ പറയാ പശുവിനെയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിരുന്നതാണ്. അപ്പോ ഇപ്പൊ ചേട്ടൻ ലോട്ടറി കച്ചവടമായിട്ട് നടക്കുകയാണ്. കാരണം ആ ചേട്ടൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വലത്തേക്കാല് തന്നെയാ പോയിരിക്കുന്നത്. അപ്പൊ വേറെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ലോട്ടറി കച്ചവടം കാര്യങ്ങളാണ്. ഇപ്പൊ വൈഫും ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടനിങ്ങനെ അവസ്ഥ വന്നതിന് ശേഷമാണ് വൈഫും ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ടെറ്റനസിന്റെ ബാക്ടീരിയ ഓൾറെഡി എന്തിലുണ്ട്? നമ്മുടെ മണ്ണിലുണ്ട്. മണ്ണിലല്ലെങ്കിൽ കൗ ഡങ്ങിലോ ഹോഴ്സ് ഡങ്ങിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ കാലുമ ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ പോലും അത് പ്രോപ്പർ ആയിട്ട് ആര് കെയർ ചെയ്യണം? നമ്മൾ കെയർ ചെയ്യണം. ഇഫ് നമ്മളുടെ മക്കളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആയാലും അതേപോലെ തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ഇപ്പൊ ചെറിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ഡ്രസ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോ ടീച്ചേഴ്സിനുമാണ്. നമുക്ക് കുട്ടികൾ എപ്പോഴാണ് ആക്സിഡന്റും കാര്യങ്ങളും സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴായാലും ചെറിയ ഒരു ആക്സിഡന്റോ ചെറിയ മുറിവോ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഓടിക്കളിക്കുമ്പോഴോ ഒക്കെ എപ്പോ വേണമെങ്കിലും ചെറിയൊരു മുറിവും കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം കുട്ടികളുടെ കാര്യത്തില്. അങ്ങനെ ഇപ്പൊ കാലുമൊക്കെയാണ് എന്താ മുറിവെങ്കിൽ നമ്മളൊരു കാരണവശാലും അവരെ പിന്നീട് കളിക്കാനായിട്ട് വിടാൻ പാടില്ല. കാല് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഡ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോ പിന്നെ അവർ TT എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നമ്മളിപ്പോ ചെറിയ കുട്ടികൾക്ക് ഇന്ന ഏജുകളിൽ TT എടുക്കുമല്ലോ. TTയുടെ ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും TTയുടെ വാക്സിൻ എടുക്കണം. ഓക്കെ. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്ന ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയ അത്യാവശ്യം എന്താണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു വേണം ആ ഒരു അസുഖങ്ങൾ. ചെറിയ മുറിവാണെങ്കിൽ പോലും കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും നമ്മൾ എടുക്കണം. ഓക്കെ. ഇനി ടെറ്റനസ് ആരെങ്കിലും ഒരാൾ വായിച്ചേ? അനു വായിച്ചോടാം. Tetanus. The germs enter the body through injuries and it acts on the nervous systems.
Indifference in muscles is a primary symptom of this disease. The muscle spasms make sipping difficult, and even the patient will not be able to breathe in advanced conditions. The bacteria that cause this disease grow in cow dung, horse dung, etc. Even small wounds should be cared for properly. ഓക്കെ, നോക്കാം കേട്ടോ. ടെറ്റനസിന്റെ ചാൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുന്നത് എങ്ങനെയാണ്? ദ ചാൻസ് എൻ്റർ ദ ബോഡി ത്രൂ ഇഞ്ചുറീസ്. ചെറിയ മുറിവുകളിലൂടെയാണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. ആക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം. ഫസ്റ്റ് എന്താ, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഞാൻ കാണിച്ചു തന്നില്ല ആ ഒരു ഇമേജിൽ, ആ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നത്, അത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മസിൽസ് ഒന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആണ് ആദ്യത്തെ സിംറ്റം. പിന്നെ മസിൽ സ്പാം, സ്പിന്നിങ് ഡിഫിക്കൽട്ടി, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മസിൽസും കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അഡ്വാൻസ്ഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് നമ്മളുടെ ബോഡി മാറും. ഇനി ഈ ബാക്ടീരിയ ഗ്രോ ഇൻ കൗഡങ് ആൻഡ് ഹോഴ്സ് ഡങ്. മെയിൻ ആയിട്ട് കൗഡങ്ങിലുമാണ് ഹോഴ്സ് ഡങ്ങിലാണ് ഈ ബാക്ടീരിയ കോമൺലി നമ്മൾ കാണുന്നത്. ഈവൻ ഇഫ് സ്മോൾ വൂണ്ട് ആണ്, ചെറിയൊരു മുറിവാണെങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ഇപ്പോ ഇതിലൊക്കെ കാണിക്കുമ്പോൾ ചെറിയൊരു മുറിവ് എന്ന് പറയുമ്പോൾ അത്രയും ചെറുത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ആണി, ഒരു ചെറിയൊരു എന്താണ് പറയാ മുറിവാണ്, ഒരു ചെറിയ ആണി പോലത്തെ എന്തോ ഒരു സംഭവമാണ്, അത് കയറിയിട്ടുള്ള ഒരു മുറിവാണ്. പക്ഷെ ആ ഒരു ചെറിയ മുറിവിലൂടെ പോലും നമ്മൾ ഈ പറയുന്ന ഈ ടെറ്റനസിന്റെ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആകും. അങ്ങനെ എൻറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നെ പറയുന്ന സിംറ്റംസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. മസിൽ സ്പാം, സ്പിന്നിങ് ഡിഫിക്കൽട്ടി, അഡ്വാൻസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ വരും. സോ ചെറിയ മുറിവാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്ത് കൊടുക്കണം കുട്ടികളുടെ കാര്യത്തിൽ. ഓക്കെ, അതേപോലെ തന്നെ കുട്ടികൾ ചപ്പലൊന്നും ഇടാണ്ട് പുറത്തു പോയി കളിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, ഇതിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്. ടെറ്റനസിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാക്സിൻ തുടങ്ങുന്ന എപ്പോഴാണ്? പ്രഗ്നൻസി ടൈമിലാണ് നമ്മൾ വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻഡാവാലിന്റെ ഒപ്പം വാക്സിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പെൻഡാവാലിന്റെ വാക്സിനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെൻഡാവാലന്റിൽ ഉണ്ട് ടെറ്റനസിനുള്ള വാക്സിൻ. ഉണ്ടോ? ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണ്. അപ്പൊ ടെറ്റനസിനുള്ള വാക്സിനും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? ടെറ്റനസ് പെൻഡാവാലിന്റെ വാക്സിനിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഒരു 5 വാക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിലിപ്പോ 3 ഡിസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഡിഫ്തീരിയ, ടെറ്റനസ്, വൂഫിംഗ് കഫ് അല്ലേ? ഇനി ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണ്. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് പോളിയോ അല്ലെ? അടുത്ത അസുഖം ഏതാണ്? പോളിയോ ആണ്. പോളിയോ വാക്സിൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവരും എടുത്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്. ചെറിയ തുള്ളിമരുന്ന്, ഓറൽ. ഓക്കെ, പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. 2 രീതിയിലാണ് പോളിയോ വാക്സിൻ വരുന്നത്. ഒന്ന് ഓറൽ പോളിയോ വാക്സിൻ, തുള്ളിമരുന്ന് പോലെ കൊടുക്കുന്നതാണ് ഓറൽ പോളിയോ വാക്സിൻ. പിന്നെ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, IPV എന്ന് പറയുന്നത്. ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ 2 വാക്സിനാണ് എടുക്കുന്നത്. ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിനും, OPV, IPV. നമ്മൾ ഈ പോളിയോ ദിനാചരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ ആണ്. തുള്ളിമരുന്നല്ലേ കൊടുക്കുന്നത് വായില് കുട്ടികളുടെ അല്ലെ? തുള്ളിമരുന്നാണ് കൊടുക്കുന്നത്. അത് ഓറൽ പോളിയോ വാക്സിൻ ആണ്. അപ്പോ പോളിയോ എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിയോ വാക്സിൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, കേരളത്തിൽ 2000-ന് ശേഷം ഇതുവരെ പോളിയോ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2000-ന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 2000-ന് ശേഷം പോളിയോ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. 25 വർഷമായിട്ട് കേരളത്തിൽ ഒരു പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, 2011-ന് ശേഷം
ഇന്ത്യയിലും പോളിയോ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ 2014 മാർച്ചില് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, ഇപ്പൊ പോളിയോ കേസുകൾ കേരളത്തിൽ ആക്റ്റീവായിട്ടുള്ള പോളിയോ കേസുകൾ ഉണ്ട്, എന്നാലും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുന്നില്ലേ കുട്ടികൾക്ക്? നമ്മൾ ഒക്ടോബർ 12 നമ്മൾ പോളിയോ വാക്സിൻ എടുത്തു. ലാസ്റ്റ് എടുത്തത് ഓറൽ പോളിയോ വാക്സിൻ എടുത്തത് ഒക്ടോബർ 12 പോളിയോ ദിനാചരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും പോളിയോ വാക്സിൻ എടുത്തു. പക്ഷെ എന്തിനാ നമ്മൾ പോളിയോ വാക്സിൻ ഇപ്പോഴും എടുക്കുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അസുഖം വരാതിരിക്കാനും, നമുക്കറിയാലോ പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് വരും അല്ലെ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും പോളിയോ വാക്സിൻസ് എടുക്കുന്നത്. ഓക്കെ, പോളിയോന്റെ മലയാളം അറിയാവോ? എന്താണ്? പിള്ളവാതം അല്ലെ? യെസ് മാം. ഇതെല്ലാം ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന്റെ സിംറ്റംസ് ആണ്. ഇതൊക്കെ പോളിയോ വന്നിട്ടുള്ള കുട്ടികളുടെ ഇമേജസ് ആണ്. അവർക്ക് അവരുടെ ബോഡിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു അസുഖം വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും വാക്സിൻസും കാര്യങ്ങളും എടുക്കുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പോളിയോ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയില് വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ പേശികളുടെ വളർച്ചയെ അത് ബാധിക്കും. അപ്പോ അങ്ങനൊരു എന്താണ് ഡിസബിലിറ്റി നമ്മളുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോളിയോ വാക്സിൻ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. ഓക്കെ, അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് 2000-ന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഈ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ഒന്നും വരാത്തത്. ഓക്കെ, പണ്ട് വന്ന കുട്ടികളുടെ ഇമേജസ് ആണ് ഈ കാണുന്നത് കേട്ടോ. മനസ്സിലായല്ലോ പോളിയോ എന്ന് പറയുന്ന അസുഖം എന്താന്ന്? ഓക്കെ, ഞാൻ 2 വാക്സിൻസിനെ കുറിച്ച് പറഞ്ഞല്ലേ, പോളിയോയില് 2 വാക്സിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? OPV, IPV. OPV, IPV. OPVയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഓറൽ പോളിയോ വാക്സിൻ. IPVയുടെയോ? ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. അപ്പോ ശരിക്കും പറഞ്ഞാൽ പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പോളിയോ എന്ന് പറയുന്ന വാക്സിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. OPVയും IPV എടുക്കാൻ പറ്റും. പിന്നെ നമ്മള് ഫീവർ ഉള്ള ടൈമിൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കണം. കുട്ടികൾക്ക് പനിയോ മറ്റസുഖങ്ങളോ ഉള്ള സമയത്ത് പോളിയോ വാക്സിൻ എടുക്കണ്ട. അതേപോലെ ആന്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത്, നമ്മൾ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണ്ട? പോളിയോ വാക്സിൻ എടുക്കണ്ട. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. മിസ്, IPVയുടെ ഫുൾ ഫോം ഇനാക്റ്റീവ് എന്നാണോ? ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്നാണോ? അതെ. അതേപോലെ മാം, അതുപോലെ ടെറ്റനസിന്റെ ബാക്ടീരിയ ടെറ്റനസ് ബസീലിയസ് ആണോ? അല്ലല്ലോ, സി ടെറ്റനി അത് അടിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. ക്ലോസ്ട്രീഡിയം ടെറ്റനി, PLO. ഞാൻ ടൈപ്പ് ചെയ്തേക്കാട്ടോ. ഓക്കെ മാം. നമ്മൾ 2 പേര് പറയും, സി ടെറ്റനിന്നും ക്ലോസ്ട്രീഡിയം ടെറ്റനി. അത് ഷോർട്ട് ഫോം ആണ്. മാം, ടെറ്റനസിൽ കാണിച്ച ആ ഒരു ഇമേജില് ടെറ്റനസ് ബസീലിയസ് എന്നായിരുന്നു. ആണോ? ചിലപ്പോ
ഇതേനാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ടെറ്റനി. കണ്ടോടാ? ഓക്കെ മാം. അത് ചിലപ്പോ വേറെ എന്തെങ്കിലും, ഞാൻ ആ ഇമേജ് ശ്രദ്ധിച്ചില്ല കേട്ടോ, മുമ്പ് പറഞ്ഞ ഇമേജ് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ ഇമേജ് നോക്കി എഴുതിയതായിരുന്നു മാം, അതാ കൺഫേം ചെയ്യാൻ ചോദിച്ചത്. കുഴപ്പമില്ല കേട്ടോ, അത് മസൾ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സീറ്ററ്റിനെ എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ മാം. അപ്പോ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? IPV OPV ആണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ OPV 0 ഡോസ് എപ്പോഴാ കൊടുക്കുന്നത്? ജനിച്ച ഉടനെ കൊടുക്കും അല്ലെ? നമ്മൾ ജനിച്ച ഉടനെ കൊടുക്കുന്നില്ലേ? നമ്മൾ എന്താ പറയാ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കൊടുക്കില്ലേ? ആ ടൈമിൽ തന്നെ നമ്മൾ OPVയുടെ വാക്സിനും 0 ഡോസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കുട്ടികളുടെ വാക്സിനേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ കേട്ടോ. ദെൻ OPV ഫസ്റ്റ് ഡോസ് 1.5 മാസത്തില് 1.5 മന്തിൽ കൊടുക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ IPV ഫസ്റ്റ് ഡോസ് കൊടുക്കും കേട്ടോ. IPV ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നുണ്ട്. ദെൻ 2.5 മന്തില് നമ്മൾ OPVയുടെ സെക്കൻഡ് ഡോസ് കൊടുക്കും. 3.5 മന്തിലാണ് പിന്നെ OPV തേർഡ് ഡോസ് ആൻഡ് IPV സെക്കൻഡ് ഡോസ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ 9 മന്ത്സില് നമ്മൾ IPVയുടെ തേർഡ് ഡോസ് കൊടുക്കും. പിന്നെ നമ്മൾ എല്ലാ വർഷവും കുട്ടികൾക്ക് എന്താണ് ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നുണ്ട്. 5 വയസ്സ് വരെ അല്ലെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഓറൽ പോളിയോ വാക്സിൻ നിർബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ വാക്സിനേഷൻ ഷെഡ്യൂളിൽ മാറ്റം ഉണ്ടെങ്കിൽ 2023 ശേഷം ആണ് ഈ മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ. 2023 മുമ്പ് വാക്സിനേഷന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2023 ശേഷമാണ് ഞാൻ ഈ പറയുന്ന ഷെഡ്യൂളുകളായിട്ട് മാറിയിരിക്കുന്നത് കേട്ടോ. 2023 ശേഷം ജനിച്ച കുട്ടികളുടെ കാര്യത്തിൽ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് പോളിയോ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചിട്ടാണ്. പിള്ളവാതം എന്ന് മലയാളത്തിൽ പറയും. പോളിയോ വാക്സിൻ അപ് ടു 5 ഇയേഴ്സ് വരെ നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുക്കണം. സേഫ് ആണ് വാക്സിൻ. നമുക്ക് പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. അതൊരു കാര്യമാണ്. ഇതുവരെയും മെഡിസിൻസ് കണ്ടെത്താത്ത ഒരു അസുഖമാണ് ഇത് പോളിയോ എന്ന് പറയുന്നത്. വൈകല്യമാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മേ ബി നമ്മുടെ ഹോൾ ബോഡി പാരലൈസ് ആവും, അല്ലാത്ത പക്ഷം നമ്മളുടെ പാർട്ട്ലി പാരലൈസ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമാണ് പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിയാണ് പറയുന്നത്. അതും സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിഫക്റ്റ് കുറയ്ക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് വരുന്ന ഡിഫക്റ്റ് പെർമനന്റ് ആയിരിക്കും. നമ്മുടെ ലൈഫ് ലോങ് ഈ ഒരു ഡിഫക്റ്റ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, മെഡിസിൻസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ? ആരാ റീഡ് ചെയ്യുന്ന പോളിയോ എന്ന് പറയുന്ന അസുഖം? ഞാൻ വായിക്കാം മാഡം. ഓക്കെ, വായിച്ചോളാം. Polio. It is caused by a virus. Fever is the first sign, followed by weakness of limbs. Sometimes paralysis of the whole body may result. The treatment is physiotherapy. The difference may be permanent. ഓക്കെ, അപ്പോ ഇത് കോസ് ചെയ്യുന്നത് പോളിയോ വൈറസ് തന്നെയാണ്. ഫീവർ ആയിരിക്കും ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വീക്ക്നെസ് ഓഫ് ലിംസ്, നമ്മുടെ പേശി ബലഹീനതയൊക്കെയാണ് ആദ്യം വരുന്ന സിംറ്റംസ്. മേ ബി ഹോൾ ബോഡി പാരലൈസ് ആവും, അല്ലെങ്കിൽ പാർട്ട്ലി പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫക്റ്റ് എങ്ങനെയായിരിക്കും? നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് പെർമനന്റ് ആയിരിക്കും. ട്രീറ്റ്മെന്റ് നോ മെഡിസിൻ ഇസ് അവൈലബിൾ. നമുക്ക് പറയാവുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി മാത്രമാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയുന്നത്. എല്ലാവരും ആദ്യം മുതൽ വൂഫിംഗ് കഫ് മുതൽ പോളിയോ വരെയുള്ള അസുഖങ്ങളൊന്ന് റീഡ് ചെയ്തേ. നമ്മൾ ഞാനിപ്പോ പറഞ്ഞു തന്നിട്ടുള്ള നോട്ട്സും ടെസ്റ്റിലത്തെയും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, പറയോ? ഓക്കെ. വൂഫിംഗ് ഗഫിന്റെ മറ്റൊരു നെയിം എന്തായിരുന്നു? ഓക്കെ, പെർട്യൂസിസ്. ബാറ്റ്സിനോ? ഓക്കെ. പെൻഡാവാലന്റ് വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ്? കേട്ടോ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഏതാണ്? ഡിഫ്തീരിയ. ഇത് മെയിൻ ആയിട്ട് ഏതെല്ലാം പാർട്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്? മസിൽ സ്പാം അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ മസിൽസ് ഏത് അസുഖത്തിന്റെ സിംറ്റംസ് ആണ്? ഈ ബാക്ടീരിയ കൗഡങ്ങിലും ഹോട്ട്സ്ഡങ്ങിലും ആണ് സാധാരണയായിട്ട് കാണുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ ഓക്കെ. പോളിയോന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്താണ്? Weakness of limbs. Paralyze the whole body or partially. നമുക്ക് 5 അസുഖങ്ങൾ 4 അസുഖങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? പറയുന്നത് ഡിസെൻട്രി ആണ് കേട്ടോ. പേരൊക്കെ കേൾക്കുമ്പോ ചിലപ്പോ നമ്മൾ വിചാരിക്കും ഇതെന്താ സുഖാന്ന് വിചാരിക്കും. ഡിസെൻട്രി നമുക്ക് എത്ര എന്താണ്? നോടാണോ? എല്ലാരും മ്യൂട്ട് ആവാ കേട്ടോ. ഓക്കെ. അപ്പോ നമ്മള് പറയുന്നത് ഡിസെൻട്രി എന്നാണ് അസുഖത്തിന്റെ പേര്. നമ്മൾ നോർമൽ ആയിട്ട് ഈ ഒരു അസുഖത്തെ പറയുന്നത് ലൂസ് മോഷൻ എന്ന് പറയും. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ പോകുന്നതിനെയാണ് നമ്മൾ ഈ എന്താ പറയാ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഈ ലൂസ് മോഷന്റെ സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാവും, സ്റ്റൊമക് ഏക്ക് ഉണ്ടാവും, ഫീവർ ഉണ്ടാവും. നമ്മളെ മോഷനില് ബ്ലഡ് ആൻഡ് പൾസ് കൂടുതലായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ വൊമിറ്റിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഞാനിപ്പോ ഈ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നു എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. എന്റെ സിസ്റ്റത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖമാണ്. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ, അതിനൊപ്പം തന്നെ ഫീവർ, പിന്നെന്താണ് ഇമോഷണൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ബോഡി പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നത്. ശരിക്കും ഈ ഒരു അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ആണ്. നിർജലീകരണം, നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡീഹൈഡ്രേഷൻ, നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു. അത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ലൂസ് മോഷനോ വൊമിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, നമ്മള് മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വായിലും ഭയങ്കര ഡ്രൈ ആയിരിക്കും. പിന്നെ യൂറിൻ പോവാനായിട്ട് നമുക്ക് തോന്നും, പക്ഷെ യൂറിൻ ഇല്ലാത്തൊരവസ്ഥ, നോ യൂറിൻ, നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല. സോ മേ ബി പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് എടുക്കണം? മെഡിക്കൽ എയ്ഡ് എടുക്കണം. കാരണം പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുത്തില്ലെങ്കിൽ ഡീഹൈഡ്രേഷനിലൂടെ തന്നെ മരണം വരെ സംഭവിക്കാം. ഡീഹൈഡ്രേഷൻ സംഭവിച്ച് മേ ബി കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. 100% ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്ന് പറയുന്നത് ORS വെള്ളം നമുക്ക് കുടിക്കാം. ORS കേട്ടിട്ടുണ്ടോ? മുതിർന്നവരാകുമ്പോ 1 ലിറ്റർ വെള്ളത്തില് ORSന്റെ പാക്കറ്റ് നമ്മളത് മിക്സ് ചെയ്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളുടെ കേസിലാണെങ്കിൽ
200 ml വെള്ളത്തിൽ ഒരു പാക്കറ്റ് നമ്മളത് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഡിസെൻട്രി ഉള്ള സമയത്ത് നമുക്ക് റൈസ് വാട്ടർ കുടിക്കുന്നത് നല്ലതാണ്, കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്, പിന്നെ ആപ്പിൾ ജ്യൂസ്, പിന്നെ എന്താണ് കരിക്കും വെള്ളം നല്ലതാണ്. കരിക്കും വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടാസ്യം കൂടുതലാണ്. സോ പൊട്ടാസ്യം നമുക്ക് എനർജി തരുന്നൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നേരം നമ്മൾ ഓക്കെ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ കരിക്കും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ദെൻ നമ്മള് മാക്സിമം വെള്ളം കുടിക്കാൻ നോക്കുക. വൊമിറ്റിങ്ങും നമുക്ക് ഈ ചില സമയത്ത് എന്ന് പറഞ്ഞാല് ഡിസെൻട്രിയും വൊമിറ്റിങ്ങും കൂടി വരും. വൊമിറ്റിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. മുതിർന്നവരായാൽ പോലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വീക്കാക്കും ഈ ഒരു അസുഖം. അപ്പൊ ശ്രദ്ധിക്കണം. ഈ ഒരു അസുഖം എന്റെ മോള് ചെറുതായിരുന്ന സമയത്ത് അവൾക്ക് 1.5 വയസ്സുള്ള സമയത്ത് ഡിസെൻട്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1.5 വയസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയ കുട്ടിയാണ്. അപ്പൊ ആ സമയത്ത് വെച്ചാൽ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ കുട്ടികളിൽ വരുന്നതല്ലേ, അവള് നടന്നു തുടങ്ങിയിട്ടുള്ളൂ, നടന്ന് ഓടി തുടങ്ങി. ഞാൻ വിചാരിച്ചു അതിന് പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ലൂസ് മോഷൻ ഒക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിചാരിച്ചു നോർമൽ ആയിരിക്കും, മാറും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിലായിരുന്നു കേട്ടോ അന്ന്. അപ്പൊ ഇങ്ങനെ ലൂസ് മോഷൻ വന്ന് ഓക്കെ പനിക്കുന്നുണ്ട് ആൾക്ക്, തലേന്നേ പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പനിയുടെ ഒക്കെ മരുന്ന് കൊടുത്തു. പക്ഷെ പെട്ടെന്നാണ് ലൂസ് മോഷനും ആണ്, പിന്നെ ഭയങ്കരമായിട്ട് ആള് വീക്ക് ആവുന്നു. എന്റെ കയ്യിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആള് തളർന്ന് പോണു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്റെ അച്ഛനോട് പറഞ്ഞു അച്ഛ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം, കാരണം അവള് പെട്ടെന്നാണ് വീക്ക് ആവുന്നത്. കാരണം അത്രയും നേരം നടന്നിരുന്ന കുറച്ച് പെട്ടെന്ന് തളർന്ന് കയ്യിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇടാനായിട്ട് എഴുതി കൊടുത്തു. പെട്ടെന്ന് തന്നെ ട്രിപ്പ് ഇടാനായിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷമാണ് മെഡിസിൻ എഴുതിയത്. കാരണം ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ആളുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ നമ്മുടെ ബോഡിയിൽ ഒരു 70% അല്ലെ, നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വെള്ളം നഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫങ്ഷൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പോ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു തുടങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നിർജ്ജലീകരണം എന്ന് മലയാളത്തിൽ പറയും. വലിയ കോംപ്ലിക്കേഷൻ ഉള്ള അസുഖമൊന്നല്ല, മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് ഏത്, ഡീഹൈഡ്രേഷൻ. ഇത് എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ്, പേഷ്യന്റിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അപ്പൊ നമുക്ക് ഡിസെൻട്രി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിലെ വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ് ഇത് മൂന്നുമാണ് ഇൻഫെക്ഷസ് ഡിസീസസ് അല്ലേ? അത് എന്താ ഉദ്ദേശിച്ചത്? കണ്ടാജിനിയസ് ആണ് ഇൻഫെക്ഷൻ ഡിസീസ് എന്നാണ് ഉദ്ദേശിച്ചത്? അതെ. അങ്ങനത്തെ ക്ലാസിഫിക്കേഷനിൽ നോക്കണ്ട. കാരണം വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമല്ലേ? അതെ. മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്തൂടെ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളുടെ വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നല്ലേ? നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ മാം. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ ഈ 4 അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. ഡിഫ്തീരിയ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ ട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ അസുഖങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നോ ഇച്ചിരി മുമ്പ്? അത് ഇന്നടുത്ത ക്ലാസ്സിലാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഏതാടാ? ഇച്ചിരി മുമ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചില്ലായിരുന്നോ? ഇതാണ് പറഞ്ഞത്. താമസിച്ചേ കുട്ടിക്ക് വയ്യായിരുന്നു, വായി ഇങ്ങനെ പൊട്ടിട്ട് വന്നതേ ഉള്ളൂ. അതാ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുമല്ലോ ഇന്ന്? ഞാൻ കേട്ടില്ല. ഞാൻ 11:50 ആയപ്പോഴാണ് കയറിയത്. കുഴപ്പമില്ല, നാളെ ഓക്കെ മാം, താങ്ക് യു.